ഹലോ ഫ്രണ്ട്സ്, എക്സ്പ്ലോറി മ്യൂസിക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വയർലെസ് മൈക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഞാനിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു വയർലെസ് മൈക്കാണ്. അതല്ല, വേറൊരു ഡുവൽ ടൈപ്പ് മൈക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഞാനത് ഓർഡർ ചെയ്ത് വരുത്തിയിട്ടുണ്ട്. ഇതാണ് സംഭവം. JST Pro ഡുവൽ മൈക്കാണ്. ഇതിനെക്കുറിച്ച് നമുക്ക് പരിചയപ്പെടാം. ഇതിങ്ങനെ ഒരു ബോക്സിൽ വരുന്നത്, അതിനകത്ത് ഇതിൻ്റെ തന്നെ ഒരു ബോക്സ് വരുന്നുണ്ട്. ഇത് തുറന്നു കഴിഞ്ഞാൽ ഇത്ര ഐറ്റംസ് ആണ് ഇതിലുള്ളത്. ഇതിൽ നമ്മൾ ചാർജിങ് കേബിള് ആണുള്ളത്. ഇതാ C ടൈപ്പ് ചാർജിങ് കേബിളാണ് വരുന്നത്. ഇപ്പുറത്ത് USB ടൈപ്പ്. നമ്മൾ സാധാ മൊബൈലിൻ്റെ ചാർജറൊക്കെ ഉപയോഗിച്ച് ചാർജ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ യൂസർ മാനുവൽ വരുന്നുണ്ട്. അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഇതിലുണ്ട് കേട്ടോ. പിന്നെ ഇതിൽ വരുന്നത് ഇതിൻ്റെ കണക്ടറുകളാണ്. ഇത് നമുക്ക് യൂസ് ചെയ്യുമ്പോൾ അതും ഓൾറെഡി വരുന്നത് C ടൈപ്പാണ് പിന്ന് വരുന്നത്. ഞാൻ കാണിച്ചു തരാം. പിന്നെ ആ C ടൈപ്പിന് നമ്മൾ മൈക്രോ USB ആക്കാനുള്ള പിന്നുണ്ട്. C ടൈപ്പിന് ഇനി ഐഫോണിൻ്റെ ആക്കാനുള്ള പിന്നുണ്ട്. ഇപ്പോൾ നമുക്ക് സിസ്റ്റത്തിലാണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ C ടൈപ്പിന് USB ആക്കാനുള്ളതുണ്ട്. അങ്ങനെ 3 കണക്ടർ ഇവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് മൈക്കിനെ പരിചയപ്പെടാം. ഇതാണ് മൈക്കിൻ്റെ ബോക്സ്. ഇത് ചാർജിങ് സ്ലോട്ടാണ്. നമ്മൾ നേരത്തെ കാണിച്ച കേബിൾ ഇവിടെ കുത്തിയിട്ട് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. ഇതൊരു ചാർജറും കൂടിയാണ്. ഇത് ചാർജിങ് ചെയ്യാൻ പറ്റുന്നൊരു ബോക്സാണ്. ഇത് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ബാറ്ററി ഉണ്ട്. ഇതിൽ പവർ നിൽക്കും. നമുക്കിത് കൊണ്ട് നടക്കാം. അപ്പോൾ ഇത് എടുത്ത് ഇതിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് ചാർജ് ആവുമെന്ന് കാണാൻ പറ്റും. ഈ വെളിച്ചത്ത് ഇത് കാണുമെന്ന് അറിയില്ല. ഇത് ലൈറ്റ് കത്തുമെന്ന് കാണാൻ പറ്റും. ഓക്കെ, ഇതുമാണ് മൈക്ക് വരുന്നത്. ഇതിൻ്റെ അടിയിൽ ചാർജ് ചെയ്യാനുള്ള പിന്നാണത്. രണ്ടെണ്ണത്തിൻ്റെ അടിയിൽ കാണാം. ഇതിൻ്റെ അകത്ത് കാണാം. ഇതിൽ വെച്ച് കഴിഞ്ഞാൽ ചാർജ് ആവും. പിന്നെ ഇതാണ് മൈക്കിൻ്റെ പിന്ന് വരുന്നത്. നമ്മൾ മൊബൈലിൽ കുത്തുന്ന പിന്ന് വരുന്നത്. ഓക്കെ, നമുക്കിതൊന്ന് യൂസ് ചെയ്ത് നോക്കണ്ടേ. യൂസ് ചെയ്ത് നോക്കണമെങ്കിൽ ഞാനിപ്പോൾ ഉപയോഗിക്കണ മൈക്ക് മാറ്റി കുത്തേണ്ടി വരും. ഇതിലിപ്പോൾ നമുക്ക് ഇതിൽ വേണമെങ്കിൽ കുത്തിയിട്ട് ചാർജ് ചെയ്യാം. അതേപോലെ തന്നെ ഇത് നമുക്കിവിടെ എന്താ പറയുക, ഇയർഫോൺ കുത്തിക്കഴിഞ്ഞാൽ നമുക്ക് പറയുന്ന മൈക്കിലൂടെ സംസാരിക്കുന്ന അപ്പോൾ തന്നെ നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റും. അത് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇതും ഡയറക്റ്റ് ചാർജ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. അതായത് നമ്മൾ ഫോണിൽ കുത്തിക്കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് കുത്തുകയാണെങ്കിൽ നമുക്ക് ഫോണിൽ ചാർജിങ് നടക്കും. അതേസമയം മൈക്ക് യൂസ് ചെയ്യാനും പറ്റും. അതിനുള്ള ഓപ്ഷനാണ് ഇതിൽ. ഓക്കെ, പിന്നെ നമുക്കിതൊന്ന് കുത്തിയിട്ട് നോക്കാം. ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നത് ഈ മൈക്കിലാണ്. ഇനി നമ്മൾ കുത്തിയിട്ട് ഈ പുതിയ മൈക്കിൽ സംസാരിച്ച് കാണിച്ചു തരാം. ഓക്കെ, ഇപ്പോൾ കേൾക്കുന്നത് ഈ പുതിയ മൈക്കിലൂടെയാണ്. ഇതിൻ്റെ സൗണ്ട് ഇങ്ങനെയാണ്. നേരത്തെ കേട്ട സൗണ്ട് നേരത്തെ കാണിച്ച മൈക്കാണ്. ഇതും കുഴപ്പമില്ലാത്ത മൈക്കാണ്. അത്യാവശ്യം ക്ലാരിറ്റി ഉള്ളതാണ്. പക്ഷെ അത് സിംഗിളാണ് വരുന്നത്. ഇത് ഡബിൾ വരുന്നുണ്ട്. ഡബിൾ ആകുമ്പോൾ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണുള്ളത്. ഈ മൈക്കും കൂടി ഓണാണ്. ഞാനൊരു മൈക്ക് വെച്ചിട്ടുണ്ട്, മോനക്കൊരു മൈക്ക് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി ഞങ്ങൾ സംസാരിക്കുമ്പോൾ രണ്ടാളെ സൗണ്ട് കേൾക്കാട്ടോ. ഹായ് അബീബി, ഹായ് പറയ്. എന്താ വിശേഷം? രണ്ടാളെ വോയിസ് 2 മൈക്കിലൂടെ കേൾക്കുന്നുണ്ട്. കുറച്ച് അകന്ന് നിന്നാലും കേൾക്കാൻ പറ്റും. കുറച്ച് അങ്ങോട്ട് നീങ്ങുന്നു. അബീബി ഒന്ന് വർത്താനം പറഞ്ഞേ. എന്താ വിശേഷം? കണ്ട, അപ്പൊ നമ്മൾ ഈ 2 മൈക്കും ഇത്ര ഗ്യാപ്പ് ഉണ്ടെങ്കിൽ പോലും നമുക്ക് കേൾക്കാൻ പറ്റും. ഇങ്ങനെ കൊണ്ടാ. ഇനി ഇതിന്റെ വേറെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. ഈ ഒരെണ്ണം ഞാൻ ഓഫ് ആക്കിയിട്ടുണ്ട്. നമ്മളെ ചാർജിന്റെ ബോക്സിൽ നിൽക്കുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സാധാ ഇയർഫോൺ എടുത്തു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഈ സംസാരിക്കുമ്പോൾ എത്രത്തോളം ക്ലിയർ ഉണ്ടെന്ന് നമുക്ക് അറിയണമെങ്കിൽ ഇതിൽ C ടൈപ്പാണ് വരുന്നത്. പക്ഷെ നമുക്കത് C ടൈപ്പിനെ കൺവെർട്ട് ചെയ്യാനുള്ള ഒരു പിന്ന് മേടിക്കണം. C ടൈപ്പ് മെയിലിനെ 3.5 mm ഫീമെയിൽ ആക്കുന്ന ഒരു പിന്ന് മേടിക്കണം. അതിലേക്ക് ഹെഡ്ഫോണിൻ്റെ പിന്ന് കുത്തുക. അതെടുത്ത് ഇതിലേക്ക് കുത്തുക. ഇത്ര ആവശ്യമുള്ളൂ. ഇനി നമ്മളിത് ചവിട്ടിൽ വെച്ച് കഴിഞ്ഞാൽ
നമുക്ക് പറയണത് നമുക്ക് തന്നെ കേൾക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ നമ്മളിപ്പോ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാല് നമ്മൾ സംസാരിക്കും നമുക്ക് ക്ലിയർ ആയിട്ട് കേൾക്കാം. നമ്മൾ എന്തെങ്കിലും വോയിസിൽ എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ നമുക്കപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ, മൈക്ക് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ ഈ ഇയർഫോൺ വെക്കുന്നത് നല്ല സൗകര്യമാണ്. ഓക്കെ, ഇതിപ്പോ 2 മൈക്ക് വരുന്ന കാരണം നമുക്ക് ചെറിയ ഇന്റർവ്യൂ കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റും. സിമ്പിൾ ആയിട്ട് ഇപ്പൊ യൂട്യൂബേഴ്സിന്റെ ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയ അടിപൊളി സംഭവമാണ്. ഇപ്പൊ ഒരു റിവ്യൂ ചെയ്യണമെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഒരാളും കൂടെ ഉണ്ടെങ്കിൽ ഈ മൈക്ക് ഉപയോഗിക്കാൻ അടിപൊളിയാണ്. കാരണം 2 മൈക്ക് ഉണ്ടല്ലോ. ഇതാണ് സംഭവം. ഇതിനെ കുറിച്ച് കൂടുതൽ പറയാനൊന്നുമില്ല. ഇതിന്റെ റേറ്റ് വരുന്നത്, റേറ്റിന്റെ എന്റെ പോയി തോന്നുന്നുണ്ട്. ഞാൻ ഓൺലൈനിൽ മേടിച്ചത് 1500 രൂപയുടെ താഴെ സാധനം വരുന്നുള്ളൂ. ഓൺലൈനിൽ പല കമ്പനിയുടെയും വരുന്നുണ്ട്. ഇത് JSB Pro എന്നുള്ള കമ്പനിയുടെയാണ്. ഓക്കെ, അപ്പൊ ആവശ്യമുള്ളവര് ഈ പേര് ഫ്ലിപ്കാർട്ടിലെ ആമസോണിൽ അടിച്ചു കഴിഞ്ഞാൽ കിട്ടും. അപ്പൊ എന്തായാലും ഇത് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എന്തായാലും ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. എന്തായാലും പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. തൽക്കാലം സൈനിങ് ഓഫ് അജീബ് ഖാൻ.